ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പഠന രീതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതിലധികം ഞാൻ സംസാരിക്കാനില്ല. നിങ്ങൾക്ക് തന്നെ ചെയ്ത് പഠിക്കുവാനുള്ള വീഡിയോ ആണിത്. എന്തെഴുതിയിരിക്കുന്നത്? നൗ ഇറ്റ് ഈസ് ടൈം ടു ഡു ഇറ്റ് യുവർ സെൽഫ്. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, കാണാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡു ദോസ് 4 patterns yourself with the verb train. ആദ്യം നമ്മൾ കണ്ട പ്രവൃത്തിയെ കുറിക്കുന്ന വാക്ക് ഏതായിരുന്നു? കോൾ എന്ന വാക്കായിരുന്നു. ഇവിടെ ഏത് വാക്കാണ്? ട്രെയിൻ എന്ന വാക്ക്. ആ 4 പാറ്റേൺസ് ഉപയോഗിച്ച് ചെയ്യുക. ഏതാണത്? ഷുഡ് കോൾ, ഷുഡ് ബി കോളിംഗ്, ഷുഡ് ഹാവ് കോൾഡ്, ഷുഡ് ഹാവ് ബീൻ കോളിംഗ്. അത് ഒന്നുകൂടി ഹൃദയസ്ഥമാക്കുവാൻ വേണ്ടി ഈ ട്രെയിൻ എന്ന ക്രിയ ഉപയോഗിച്ച് ചെയ്യുക. ട്രെയിനിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമോ? അറിയുമെങ്കിൽ മീനിങ്ങിന് താഴെ എഴുതുക, അതായത് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. അർത്ഥം കിട്ടിയോ? ഈ വേർഡ് നൗണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വെർബുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പരിശീലിപ്പിക്കുക, മെരിക്കുക എന്നാണ് വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം. എന്നാൽ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം തീവണ്ടി എന്നാണ്. ഇവിടെ നമ്മൾ ക്രിയയാണ് എടുക്കുക, മെരിക്കുക അല്ലെങ്കിൽ പരിശീലിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ 4 വാചകങ്ങൾ ഉണ്ടാക്കുവാൻ പോകുന്നത്. പരിശീലിപ്പിക്കുക, ഇനി നമ്മൾക്ക് കിട്ടേണ്ടത് എന്താണ്? പരിശീലിപ്പിക്കണം. അതിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലോർക്കുക. ഞാൻ പറയുന്നില്ല, ഓർത്തോ. പരിശീലിപ്പിക്കണമെന്ന് കിട്ടാൻ എന്താണ് വേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അത് മനസ്സിലോർത്തിട്ട് ട്രെയിൻ എന്ന വാക്കിനോട് ചേർത്ത് പറയുക. ഏതാണത്? അവിടെ പൂരിപ്പിക്കുക. സബ്ജക്റ്റ് എഴുതുക, ഒബ്ജക്റ്റ് എഴുതുക, പൂർണ്ണവാചകമായി എഴുതുക. ഒരു വൈറ്റ് ഷീറ്റ് എടുത്ത് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അധികം പിശുക്കൊന്നും കാണിക്കേണ്ട. ഒരു ബുക്ക് മേടിക്കുക, എന്നിട്ട് ആ ബുക്കിൽ ഒരു ഘടന എഴുതുക. അങ്ങനെ എഴുതിയാലും നമുക്ക് 120 പേജുകൾ മതി. ഇതേപോലെ എഴുതുക, പൂർണ്ണവാചകമായി താഴെ എഴുതുക. ഓക്കെ, ഇപ്പോൾ മനസ്സിൽ പറയുക. പറഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പറയുവാൻ സാധിക്കും. അടുത്തത് ഒന്നുകൂടി ഓർക്കുക, രണ്ടും ഒന്നിച്ച് പറയുവാൻ ശ്രമിക്കുക. പറഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ഇനി സബ്ജക്റ്റും ഒബ്ജക്റ്റും ചേർത്ത് പറയുക. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ഘടനയിലേക്കാണ്. രണ്ടാമത്തെ ഘടന ഏതെന്ന് മനസ്സിലോർക്കുക. എന്താണ് ആ ഘടന? ഇങ്ങനെ കിട്ടണമെങ്കിൽ എന്താണ്
ട്രെയിൻ എന്ന വാക്കിൻ്റെ മുന്നിൽ വരേണ്ടത്? എന്താണ് ട്രെയിൻ എന്ന വാക്ക് കഴിഞ്ഞു വരേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്നില്ല. ട്രെയിൻ എന്ന വാക്കിന് മുൻപ് 2 വേർഡ് വരാനുണ്ട്. ട്രെയിനോട് ചേർന്ന 3 ലെറ്റേഴ്സ് വരുവാനുണ്ട്. സബ്ജക്റ്റ് വരാനുണ്ട്, ഒബ്ജക്റ്റ് വരാനുണ്ട്. പറഞ്ഞു നോക്കുക, എന്തായിരിക്കും അത്? പറയുക. കിട്ടിയോ? പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് കിട്ടിയ അറിവ് ഉപയോഗിച്ച് ഇവിടെ പറയുക. ട്രെയിനിൻ്റെ മുന്നിൽ എന്താണ് വരേണ്ടത്? 2 വാക്കുകൾ വേണം. ട്രെയിനോട് ചേർന്ന്, ട്രെയിൻ എന്ന വാക്കിനോട് ചേർന്ന് 3 ലെറ്റേഴ്സും കൂടുവാനുണ്ട്. പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് കിട്ടുവാനായി. ഇനി പൂർണ്ണമായി എഴുതുക. ഇനി വേഗത്തിൽ ഒന്നിച്ച് പറയുക. പരിശീലിപ്പിക്കുക എന്ന് നിങ്ങൾക്ക് കാണാം. പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇംഗ്ലീഷും പറയുക. അതൊന്നിച്ച് കാണുവാൻ പോകുന്നു. ഇവിടെ സംഭവിക്കുന്ന സമയത്ത് 2 ഒന്നിച്ച് പറയുക. പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം പഴയതുപോലെ തന്നെ. 3ാമത്തെ ഘടനയിലേക്ക് നമ്മൾ കടക്കുന്നു. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പരിശീലിപ്പിക്കേണ്ടതായിരുന്നു എന്ന് കിട്ടണം. അത് കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. ട്രെയിൻ എന്ന പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കിന് മുൻപ് 2 വാക്കുകൾ വേണം. ട്രെയിൻ എന്ന വാക്കിനോട് ചേർന്ന് 2 ലെറ്റേഴ്സ് കൂടി വരുവാനുണ്ട്. അത് ഏതെന്ന് നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. അത് പറയുക. ഇപ്പോൾ ഈ സമയം പറയുവാനുള്ളതാണ്. ഇനി സബ്ജക്റ്റും ഒബ്ജക്റ്റും ചേർത്ത് പറയുക. 2 പേരുകളായാലും മതി. രാജു എന്ന് പറയാം, അപ്പുറത്ത് ഗോപു എന്ന് പറയാം. ഇവിടെ സുനിത എന്ന് പറയാം, അപ്പുറത്ത് രാധ എന്ന് പറയാം. ഒബ്ജക്റ്റും സബ്ജക്റ്റും നമ്മൾ ഇവിടെ കാണുന്നില്ല. അത് ഇതേപോലെ പഠിക്കുന്ന വേറെ വീഡിയോ ഉണ്ട് എന്ന് ഓർക്കുക. വീണ്ടും ഒന്നുകൂടി പൂർണ്ണമായി പറയുക. ഒന്നിച്ച് കാണുക, ഒന്നിച്ച് പറയുക. പഴയതുപോലെ തന്നെ. ഇനി നമ്മൾ 4ാമത്തെ ഘടനയാണ് കാണുന്നത്. 4ാമത്തെ ഘടന എന്തെന്ന് മനസ്സിൽ ഓർക്കുക. ഒരു നീണ്ട ഘടനയാണ്. ഇപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഇതിനായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്ത് ചെയ്തു എന്ന് ഓർക്കുക. അത് വീണ്ടും ഞാനിവിടെ പറഞ്ഞു തരുന്നതിൽ അർത്ഥമില്ല. ഏത് വാക്കാണ് ആ വാക്ക് എന്ന് മനസ്സിൽ പറയുക. ഇപ്പോൾ കാണുന്ന വാക്ക്, ആ ഡോട്ട്സിൽ വരേണ്ട വാക്ക് ഏതെന്ന് മനസ്സിൽ പറയുക. ട്രെയിൻ എന്ന വാക്കിനോട് എന്താണ് ഇവിടെ ചേരേണ്ടതെന്ന് മനസ്സിൽ പറയുക. സബ്ജക്റ്റ് ചേർക്കുക, ഒബ്ജക്റ്റ് ചേർക്കുക. പൂർണ്ണമായി പറയുക. ഇനി നമ്മൾ ഒന്നിച്ച് കാണാൻ പോകുന്നു. എന്താണ് ഒന്നിച്ച് കാണാൻ പോകുന്നത്? പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് ഒന്നിച്ച് കാണുന്നു. മലയാളം പറയുമ്പോൾ തന്നെ ഒന്നിച്ച് അതിനോട് ചേർത്ത് അതിൻ്റെ ഇംഗ്ലീഷ് പറയുക. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുവാൻ പോകുന്നു. പറയുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേജാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ചെയ്തു പഠിക്കുവാനുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേജാണ്. സബ്ജക്റ്റ് എന്താണെന്ന് എഴുതുക, ഒബ്ജക്റ്റ് എന്താണെന്ന് എഴുതുക, അതിനുശേഷം എന്താണ് ബേസ് ഫോം എന്ന് എഴുതുക. മലയാളത്തിലെ ബേസ് ഫോം എഴുതുക. അത് എന്ത് ഷേപ്പാണ് കിട്ടേണ്ടതെന്ന് ഇവിടെ ചേർത്തെഴുതുക. വിളിക്കുക, വിളിക്കണമെന്നാണ് കിട്ടേണ്ടതെങ്കിൽ അത് ഇവിടെ എഴുതുക. അങ്ങനെ അത് കൂട്ടി ഇവിടെ എഴുതുക. അതിനുശേഷം ഷുഡാണോ, കുഡാണോ, വുഡാണോ, മേയാണോ എന്നെഴുതുക. പിന്നെ ഇടയിൽ വരുന്ന വാക്കുകൾ എഴുതുക. അതിനുശേഷം വെർബ് എഴുതുക. ഓക്കെ. പഴയ പോലെ തന്നെ പൂർണ്ണമായ വാചകം ഇവിടെ എഴുതുക. ഓക്കെ. ഇത് കളറിൽ കൊടുക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കുവാൻ കളറിൻ്റെ ആവശ്യമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷീറ്റ് മതി. 120 പേജുകൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. ഇങ്ങനെ 120 പേജുകൾ നിങ്ങൾ ചെയ്യുക.
120 പേജുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും എന്ന് ഉള്ളുകൊണ്ട് കാണുക. ഞാൻ എവിടെയായി മാറും, എന്തായി മാറും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് 4 ശൈലികളാണ്. ഷുഡ് കോൾ, ഷുഡ് ബി കോളിംഗ്, ഷുഡ് ഹാവ് കോൾഡ്, ഷുഡ് ഹാവ് ബീൻ കോളിംഗ്. ഇനി കുറച്ച് ശൈലികൾ കൂടി നിങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. അവിടെ അധികം ഞാൻ സംസാരിക്കില്ല. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് പഠിക്കാം. ഈ ശൈലികൾ ഇതുവരെ നിങ്ങൾ എങ്ങനെ കണ്ടുവോ അതുപോലെ തന്നെ അടുത്ത ശൈലികൾ കൂടി കാണുക. അവിടെ എൻ്റെ സംസാരം ഉണ്ടാകുകയില്ല, അവിടെ ഓഡിയോ നരേഷൻ ഉണ്ടാകുകയില്ല. ഈ വീഡിയോ കണ്ടെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് ആ വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സംശയങ്ങളൊന്നും വരുവാനും സാധ്യതയില്ല. ഓക്കെ, സോ വാച്ച് ദ നെക്സ്റ്റ് പാറ്റേൺസ്.